സോ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്ന മെനു സ്റ്റുഡൻറ്റ് മാസ്റ്ററിൽ ഇൻവോയ്സസ് അത് തന്നെയാണ് നമ്മൾ അക്കൗണ്ട്സിലുള്ള ഇൻവോയ്സ്. ഇതിൽ ഇൻവോയ്സുകൾ നമ്മൾ സ്റ്റുഡൻ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്കവിടെ ഇൻവോയ്സിൻ്റെ ഡീറ്റെയിൽസ് കിട്ടും. അപ്പോൾ ഇതിൽ അഡ്മിഷൻ ഫീ ഫസ്റ്റ് ടൈം 1 ഇത് രണ്ടും ഡീഫാൾട്ട് നമ്മൾ സ്റ്റുഡൻറ്റിനെ ആഡ് ചെയ്യുന്ന സമയത്ത് വരുന്നതാണ്. അപ്പോൾ നമ്മളോട് ഒരു സ്റ്റുഡൻറ്റിനെ ആഡ് ചെയ്യും, ഡീറ്റെയിൽസ് കൊടുക്കും, ഓട്ടോമാറ്റിക് അതിൻ്റെ ഡീറ്റെയിൽസ് വരും. പിന്നെ വരുന്നത് ടേം 2ൻ്റെ ഫീയും ടേം 3ൻ്റെ ഫീയാണ്. നമ്മൾ ഫീൻ്റെ സ്ട്രക്ചർ കൊടുത്തത് ടേം 1, ടേം 2, ടേം 3 അഡ്മിഷൻ ഫീ, അങ്ങനെ നമ്മൾ ഫീൻ്റെ സ്ട്രക്ചർ ഉള്ളത്. പിന്നെ കോഴ്സുകൾ ആ കോഴ്സിൻ്റെ 4th ഇയർ, പിന്നെ വരുന്നത് നെക്സ്റ്റ് കോഴ്സ് അത് 3 ഇയർ ആണ്. അപ്പോൾ 3 ഇയർ ആണെങ്കിലും 1 ഇയറിലുള്ള പേയ്മെൻറ്റാണ് നമ്മളിതിൽ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതെല്ലാം ഈ ടേം 1ഉം അഡ്മിഷൻ ഫീയും ടേം 1ഉം ബൈ ഡീഫാൾട്ട് സ്റ്റുഡൻറ്റിന് ക്രിയേറ്റ് ചെയ്യുമ്പോൾ വരും. ടേം 2ഉം ടേം 3യും നമ്മൾ കൊടുത്തത് ഫ്രം 90 ഡേയ്സ് ആണ്. അപ്പോൾ അഡ്മിഷൻ എടുത്ത് 90 ഡേയ്സ് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ഒരു ഇൻവോയ്സ് ജനറേറ്റ് ആവും. ജനുവരി 1 ഇൻവോയ്സ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ജനുവരി കഴിഞ്ഞ് ഫെബ്രുവരി കഴിഞ്ഞ് മാർച്ച് കഴിഞ്ഞ് ഏപ്രിലാണ് നമ്മൾ ഇൻവോയ്സ് ജനറേഷൻ വരിക. അപ്പോൾ ഇത് നമ്മളിപ്പോൾ മോഡിഫൈ ചെയ്തത് ലോക്കൽ സിസ്റ്റത്തിനെ കൂടി കണ്ടിട്ടാണ് നമ്മൾ മോഡിഫൈ ചെയ്തിട്ടുള്ളത്. മുന്നേ നമ്മൾ സ്റ്റുഡൻറ്റ് മാസ്റ്ററിൽ നമ്മൾ കൊടുത്തിരുന്നത് പിന്നെ മാനുവലായിട്ടിരുന്നു ജനറേറ്റ് ഇൻവോയ്സ് നൽകും. അപ്പോൾ ഇതിൽ നമ്മളത് ക്രോൺ ജോബ് ആക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ അത് ഡെയിലി റൺ ചെയ്യുന്ന ക്രോൺ ജോബാണ്. അപ്പോൾ അത് ഈ സാധനം ലാസ്റ്റ് ഇൻവോയ്സ് എന്നാണ് ക്രിയേറ്റ് ചെയ്തത്, അത് ഫെച്ച് ചെയ്തിട്ട് കാൽക്കുലേറ്റ് ചെയ്യും. ഡേയ്സ് അതാണെങ്കിൽ ഇൻവോയ്സ് ജനറേറ്റ് ആക്കും. അങ്ങനെയാണ് ഇപ്പോഴത്തെ നമ്മൾ കൊടുത്തുള്ളത്. അതുകൊണ്ട് ഡെയിലി റൺ ചെയ്യും. ഈവൻ നമ്മൾ 90ാമത്തെ ദിവസം കമ്പ്യൂട്ടർ ഓഫ് ആണെങ്കിലും 91ാമത്തെ ദിവസമോ 92ാമത്തെ ദിവസമോ 99ാമത്തെ ദിവസം കമ്പ്യൂട്ടർ റൺ ചെയ്യുന്ന സമയത്ത് ഇത് ചെക്ക് ചെയ്യും, ഇൻവോയ്സ് ജനറേറ്റ് ആയിട്ടുണ്ടോ, ഇല്ലെങ്കിൽ ഇത് ഇൻവോയ്സ് ജനറേറ്റ് ചെയ്യും. ആ ഒരു രീതിയിലാണ് ഇപ്പോൾ ഇതിന് ക്രോൺ ജോബിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൽ നമ്മൾ അക്കൗണ്ട്സിൽ ഇൻവോയ്സസ് എന്ന മെനു ആണ് ഇപ്പോൾ ഉള്ളത്. ഇതിൽ നമ്മൾ ഇൻവോയ്സ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ 4 മെത്തേഡിലാണ് നമ്മളിത് ഇൻവോയ്സിന് ക്രിയേറ്റ് ചെയ്യുന്നത്. ഒന്ന് നമ്മൾ ബ്ലാങ്ക്. ഈ ബ്ലാങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾ സ്റ്റുഡൻ്റ് ആണ്. അവിടെ ഇൻവോയ്സ് ടൈപ്പ് ഇല്ല, അവിടെ ഇൻവോയ്സ് മാത്രം. ഇൻവോയ്സിൻ്റെ ഡേറ്റ് എല്ലാ സ്റ്റുഡൻറ്റിനും, അതായത് ഈ സ്റ്റുഡൻറ്റ് മാസ്റ്റർ പ്രോജക്റ്റ് രജിസ്റ്റർ ചെയ്താൽ അവിടെ കോഴ്സില്ല, ഇയർ ഇല്ല, എല്ലാ സ്റ്റുഡൻറ്റിനും ഇൻവോയ്സ് ജനറേറ്റ് ആവും. ഇപ്പോൾ നമുക്ക് 3 സ്റ്റുഡൻ്റാണുള്ളത്. ഈ 3 സ്റ്റുഡൻറ്റ് അക്കൗണ്ടിലും ഈ ഒരു 1111 എന്നുള്ളൊരു എമൗണ്ട് കയറിയിട്ടുണ്ടാവും. ഇൻവോയ്സ് ഡീറ്റെയിൽസ് എടുത്തു കഴിഞ്ഞാൽ ആൾ സ്റ്റുഡൻറ്റ് അതാണ് ഒരു ഇൻവോയ്സ് ജനറേഷൻ വരുന്നത്. അടുത്തത് വരുന്നത് നമ്മളെ കോഴ്സിന് ഇലക്ട്രോണിക് മെക്കാനിക് എന്ന കോഴ്സിന് മാത്രമുള്ള ഫീ. അപ്പോൾ അവിടെ ഇൻവോയ്സ് ടൈപ്പില്ല, ഇലക്ട്രോണിക് മെക്കാനിക്കിന് മാത്രം ആണ് ഈ ഇൻവോയ്സ് ജനറേറ്റ് ആകുന്നത്. അപ്പോൾ നമുക്ക് ഇലക്ട്രോണിക് മെക്കാനിക്കിൽ 2 സ്റ്റുഡൻ്റ് ആണുള്ളത്. അപ്പോൾ 2 സ്റ്റുഡൻറ്റ് എന്തായി, ആ ഒരു ഇൻവോയ്സ് ക്രിയേറ്റ് ആയി. അപ്പോൾ നമ്മൾ അവിടെ പോയി കഴിഞ്ഞാൽ ഇലക്ട്രോണിക് മെക്കാനിക്കുള്ള സ്റ്റുഡൻറ്റ് ഡീറ്റെയിൽസ് പോയി കഴിഞ്ഞാൽ ഓൺലി ഫോർ ഇലക്ട്രോണിക് സ്റ്റുഡൻറ്റ് എന്നുള്ളൊരു 2222 എന്നുള്ളൊരു ഫിഗർ അതിൽ ജനറേറ്റ് ആയിട്ടുണ്ട്. ഇനി അടുത്ത് വരുന്നത് ഇൻവോയ്സ് ടൈപ്സിൽ കോഴ്സ് പ്ലസ് ഇയർ ആണ്. ഇലക്ട്രോണിക് മെക്കാനിക്കിൽ 4th ഇയർ സ്റ്റുഡൻറ്റിന് മാത്രമാണ് നമ്മളിപ്പോൾ ഈ ഫീ അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഈ ഇൻവോയ്സ് ജനറേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് മാത്രം വരും. പക്ഷേ നമ്മളിതിലിപ്പോൾ ആകെ ഉള്ള സ്റ്റുഡൻറ്റ് മുഴുവൻ കംപ്ലീറ്റ് ഫസ്റ്റ് ഇയർ ആയതുകൊണ്ട് നമുക്ക് ജനറേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ല. നമ്മൾ നോക്കുക, അങ്ങനെ കൊടുക്കുമ്പോൾ എറർ വരണം. ഓൺലി ഫോർ 4th ഇയർ. അപ്പോൾ എന്താണ് അവിടെ ആ സ്റ്റുഡൻറ്റ് ഇല്ലാത്തതുകൊണ്ട് നമുക്കവിടെ ആഡ് ചെയ്യാൻ പറ്റില്ല, അതാണ് പറയുന്നത്. ഇനിയിപ്പോൾ അതല്ല, ഇത് ഫസ്റ്റ് ഇയർ കൊടുക്കുകയാണെങ്കിൽ ഫസ്റ്റ് ഇയർ മാത്രം വരും, കാരണം ഫസ്റ്റ് ഇയറിലാണ് നമുക്ക് 2 സ്റ്റുഡൻ്റ് ഉള്ളത്. അതുകൊണ്ട് ഫസ്റ്റ് ഇയറിന് വരും. സിവിലിന് ഫസ്റ്റ് ഇയറിൽ നമുക്ക് കൊടുക്കാം. കാരണം സിവിലിൽ ഫസ്റ്റ് ഇയർ തന്നെ ഉള്ളൂ, എല്ലാത്തിനും ഫസ്റ്റ് ഇയർ ആഡ് ചെയ്തുകൊണ്ട് ഒരു കുട്ടി മുമ്പ് നബി സിവിൽ അവന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ സ്റ്റുഡൻറ്റ് മാസ്റ്ററിൽ പോയി കഴിഞ്ഞാൽ ഇൻവോയ്സ് ഡീറ്റെയിൽസ് എടുത്തു കഴിഞ്ഞാൽ ഓൺലി ഫോർ ഫസ്റ്റ് ഇയർ തൊട്ടടുത്ത്. അടുത്തത് വരുന്നത് ഇൻവോയ്സ് നമ്മൾ സ്റ്റുഡൻറ്റ് ഇൻവോയ്സ് ആണ്. ഈ സ്റ്റുഡൻറ്റ് ഇൻവോയ്സ് ഒരു ഇതിൻ്റെ സമയം എങ്ങനെ വരുന്നത് വെച്ചാൽ, ഇപ്പോൾ ഇനീഷ്യൽ പേയ്മെൻറ്റ് തരുന്നത് കംപ്ലീറ്റ് പേയ്മെൻറ്റ് തരുന്ന ആളുകളുണ്ടാവും. ഫോർ എക്സാമ്പിൾ നമ്മൾ അഡ്മിഷൻ സമയത്ത് തന്നെ അവർക്ക് വേറെ ചെയ്യാൻ പറ്റുന്ന എമൗണ്ട് ആണെങ്കിൽ ഇപ്പോൾ 25,000, പിന്നെ അഡ്മിഷന് 6,500 പെർ ടേം. അപ്പോൾ അങ്ങനെ മൊത്തം കാൽക്കുലേറ്റ് ചെയ്തിട്ട് എമൗണ്ട് ഒന്നിച്ച് തരുന്ന സമയത്ത് നമുക്കിത് ഇൻവോയ്സ് ജനറേറ്റ് ചെയ്യാൻ 90 ഡേയ്സ് ആണ് ഫസ്റ്റ് ഇൻവോയ്സ്. സെക്കൻഡ് ഇൻവോയ്സ് ജനറേറ്റ് ചെയ്യാൻ 180 ഡേയ്സ് ആണ്. അപ്പോൾ ഇത് ആ ഒരു ഗ്യാപ്പ് വെയിറ്റ് ചെയ്യുന്നതിന് പകരം നമ്മൾ ടേം 1ഉം ടേം 2ഉം നമുക്ക് ഇവിടുന്ന് ക്രിയേറ്റ് ചെയ്യാം. ടേം 2 ഫീ കൊടുക്കാം, ടേം 3 ഫീ ക്രിയേറ്റ് ചെയ്താൽ ഓട്ടോമാറ്റിക് ആ 2 ടേമിൻ്റെ ഫീയും ഇതിൽ ഓട്ടോമാറ്റിക് ക്രിയേറ്റ് ആവും. ഇവിടെ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ
നമ്മളവിടെ ക്രോൺ റൺ ചെയ്യുന്ന സമയത്ത് ഇൻവോയ്സ് ജനറേഷൻ ഉണ്ടാവില്ല, കാരണം അവിടെ ഡ്യൂപ്ലിക്കേഷൻ ഇല്ല. ഓൾറെഡി ജനറേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ ജനറേറ്റ് ചെയ്യില്ല. അപ്പോൾ അത് ഈ ഒരു കേസിനാണ് നമ്മൾ കംപ്ലീറ്റ് സ്റ്റുഡൻറ്റിന് എടുക്കുന്നത്. സ്റ്റുഡൻറ്റ് എടുക്കുമ്പോൾ ഓട്ടോമാറ്റിക് ഫില്ലാവും ഡാറ്റ. അത് വെച്ചിട്ട് നമുക്ക് സ്റ്റുഡൻറ്റ് ഓൺലി ഫീ, കോഴ്സ് ഓൺലി ഫീ, കോഴ്സ് പ്ലസ് ഇയർ ഫീ, കംപ്ലീറ്റ് സ്റ്റുഡൻറ്റ്. ഇതാണ് നമ്മൾ സ്റ്റുഡൻറ്റ് മാസ്റ്റർ പ്രോയിലെ അക്കൗണ്ട്സിലെ ഇൻവോയ്സ്മെൻറ്റിൻ്റെ സ്റ്റാറ്റസ്. അപ്പോൾ ഇതിന് മുന്നത്തെ സ്റ്റുഡൻറ്റ് മാസ്റ്ററിൽ നമ്മൾ ആ ഒരു ഫെസിലിറ്റി കൊണ്ടുവന്നിട്ടില്ല. അവിടെ ജസ്റ്റ് ജനറേറ്റ് ഇൻവോയ്സ് എന്നുള്ളത് നമ്മൾ ഈ ടേം ഫീ മാത്രം ആഡ് ചെയ്യുന്ന സിസ്റ്റം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ കുറച്ചുകൂടി അപ്ഡേറ്റഡ് ആയിട്ടാണ് ഇതിലുള്ളത്. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ ലെഡ്ജേഴ്സും കാര്യങ്ങളാണ്. അത് നമുക്ക് ഇതിൻ്റെ അപ്കമിങ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം.